ലീനേച്ചി എത്തിയാനുണ്ട് അങ്ങനെ വെക്കല്ല ഞാൻ റെഡിയാകുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. മിഞ്ഞാന്നെ കാവുക്കേറി, ഇന്നലെ കലവും വെളി, ഇന്ന് താലപ്പൊലി, നാളെ കാവുക്കീയോ. അങ്ങനെ വലിയ ആഘോഷമുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട് ക്ലീനിങ്ങും അങ്ങനെയുള്ള കുറച്ച് പരിപാടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഏച്ചും അമ്മയും കൂടിയിട്ട് ചക്കയെല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അതിൻ്റെ ഒരു സ്പെഷ്യലാണ്. അടിക്കുന്നുണ്ടല്ലേ? വാവ ഉറങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം പരിപാടി നോക്കലാന്ന്. അപ്പോൾ ഇന്ന് വെച്ചാൽ വിജുവാട്ടിൻ്റെ 2-3 ചങ്ങായിമാരും കൂടി വരുന്നുണ്ട് കേട്ടാ. 2-3 രണ്ടാം വർഷമെങ്കിലും ഒരു അർജന്റായിട്ട് എത്താറില്ല. ഒരാളെന്തായാലും ഉച്ചക്ക് കണ്ണൂർ എത്തും, കൂട്ടാൻ പോണോ. അപ്പോൾ നമ്മളെ നാട്ടിലെ ദസറ പോലെ തന്നെയാണ് ഇവിടുത്തെ കർണാടകത്തിലെ ദസറ. നമ്മളിടാ കൂറമക്കാവില് താലപ്പൊലി, ഡാൻസ്, കലാപരിപാടികൾ, ചെണ്ട, കലസം, ഉത്സവം. അതെ, ഒന്നും പറയണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ പൊമ്മക്കളൊക്കെ തിരിച്ചു വരും. അതുപോലെ തന്നെ പുറത്തുള്ളവർ വരും. നാട്ടിലുള്ള എല്ലാവരും ഓരോ ഭാഗത്തുള്ളവരെല്ലാം അവരെല്ലാം ജോലിയൊക്കെ ലീവാക്കി നമ്മളെ നാട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരുമിച്ച് കൂടുന്ന ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാം നമുക്ക് ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരം. അപ്പോൾ നമ്മളെ നാട്ടിൻ്റെ ഒരു ആഘോഷമുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് രാത്രി ഫുള്ള് നമ്മളെ പരിപാടി ആയിരിക്കും. എല്ലാവരും ഉണ്ട് കേട്ടോ. അതെ. അപ്പോൾ ഇവര് കുറെ സമയമായി ചക്കയും പറിച്ച് നിൽക്കും. താലപ്പൊലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അതെന്ന് വെച്ചാൽ അമ്മേൻ്റെ കല്യാണം എന്നാ പറയുക. ആ കല്യാണം 3 ദിവസങ്ങളിലും വീടുകളിൽ എല്ലാവരും കല്യാണത്തിന് പോവുകയും വരികയും ചെയ്യും പോലെ തന്നെ ആഘോഷങ്ങളാണ്. ഉള്ളേനെ കൊണ്ട് ഒരു ചക്ക ഉണ്ടായിന്, എനിക്ക് കരുവനന്ന് ഒരു ചക്ക ഉണ്ടായിന്. അത് ഞാൻ 3 പ്രാവശ്യം പൂതൽ പൊട്ടിക്കാൻ പോയിന്. പിന്നെ ഞാൻ പറഞ്ഞത് താലപ്പൊലിക്ക് പറിക്കാന്ന് പറഞ്ഞിട്ട് മൂക്കാൻ വെച്ചിട്ട് മൂത്തിനോ മൂത്തിട്ടില്ലെന്നറിയില്ല. എന്തായാലും ഞാൻ ഇന്ന് താലപ്പൊലിക്ക് പറിക്കാൻ വെക്കാന്ന് തീരുമാനിച്ചിന്. നമ്മളെ ഇത് ഈ കുറുമക്കാവില് അവരെ കല്യാണം എന്ന് പറയാം. കല്യാണം എന്നാ പറയാ, അമ്മേന്റെ കല്യാണം എന്നാ പറയാ. ആഘോഷാണ് 3 ദിവസം. അത് വീടുകളിലോ അമ്മേന്റെ അടുക്ക പോകാൻ കഴിയാത്തവരെ വീട്ടിൽ നിന്ന് ആഘോഷിക്കും. ഇതങ്ങനെ ഒരു ജാതിമത ഭേദമന്യേ നമ്മുടെ നാട്ടുകാർ എല്ലാവരും മക്കളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി എത്ര ദൂരെയുള്ളവരായാലും അന്നത്തെ ദിവസം ഒന്ന് കുറിവാങ്ങാനങ്ങ് കാവില് വരണം എന്നാണ് അമ്മേന്റെ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഈ ചക്ക ഞാൻ 3 പ്രാവശ്യം പൂതല് പൊട്ടിക്കാൻ പോയതാണ്. അപ്പോൾ അത് ഇന്ന് എന്തായാലും ഞാൻ പറിച്ച്, ചള്ളായാലും മൂത്തായാലും പറിച്ച് വെക്കണം മോളെ. അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം എനിക്ക് കാവിലെ ഉത്സവമായിട്ട് ചക്ക പുതിയ സാധനം ഒരു കൊല്ലം കഴിഞ്ഞ് ഉണ്ടായിരുന്നില്ലേ, പുതിയ സാധനമായിട്ട് തരുന്നതാണ് വെക്കുന്നതാണ്. അതുകൊണ്ട് ആ ചടങ്ങ് ഇന്ന് നമുക്കിത് കൊത്തിയിട്ട് വെക്കാം കഞ്ഞിക്ക്. നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കയാണ്. അതെ, ചക്കയും കഞ്ഞി. അത് ഈ ആദ്യമായിട്ടുള്ള ചക്ക കിട്ടിയിട്ട് കഴിക്കാൻ നോക്കുമ്പോ ഒരാൾ വരുന്നുണ്ട്. അതില് നല്ല സംഭവം. അതെ, അപ്പൊ നമുക്കിത് കൊത്തി നോക്കട്ടെ. മൂത്തിനമ്മേ, നല്ലോണം മൂത്തിന്. ഞാൻ മാസങ്ങള് കണക്ക് കൂട്ടിയിട്ടുണ്ട്. 3 മാസമായി മോളെ. ഇത് അത്രേ ആവൂലോ ഈ ചക്ക? ഇത് അത്രേ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ്. ആദ്യത്തെ ചക്കയാണ്. 3 മാസമായി ഇത് പൊട്ടിയിട്ട്. ഓ മൂത്തിന് മോളെ, സന്തോഷായി എനിക്ക്. ഇതിന്റെ മുകളിലൊന്നും ചേച്ചി ഒരു ദിവസം കൊള്ളിയോണ്ട് ഞാൻ കുത്തിയിട്ട് വേദന ഇരട്ടിയായിട്ട് 2 ചക്കയുണ്ട്. ഇരട്ടി തന്നെ അതിന്റെ കൂടുതല് അങ്ങനെ ഉണ്ടാടാ. അപ്പൊ ചക്കന്റെ പരിപാടി പറഞ്ഞു കൊടുക്കുമ്പോ ലീനേച്ചി എത്തി, അനൂറ്റേച്ചി, ഋത്തിക്ക് എണീച്ചു, ഷൂട്ടൻ എണീച്ചു. ഉറക്കത്തില് സ്വപ്നം കണ്ടിനാ? എല്ലാ പ്രാവശ്യവും ഓടി എല്ലാ പ്രാവശ്യവും ഞാൻ കാവിൽ തയ്യായിട്ട് കവിത ചോദിക്കും, ചേച്ചി എപ്പോൾ വരും, നിങ്ങൾ വരുന്നില്ലേ, ദേഷ്യം പിടിക്കും വന്നിട്ടില്ലെങ്കിൽ, അങ്ങനെ പറയലുണ്ട്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇതെല്ലാം ഓപ്പറേഷൻ ചെയ്തോണ്ട് ഇത് തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പോകുന്നില്ല, എനിക്ക് കുന്നു കയറിയിട്ട് പോകാനൊന്നും കഴിയില്ല. അടുത്ത പ്രാവശ്യം ദൈവം സഹായിച്ചത് നമ്മൾ അങ്ങോട്ട് പോകാന്ന് വിചാരിക്കുന്നു, അമ്മയും ഞാനും. നല്ല സമയത്ത് ചക്കയുണ്ട്, ചക്കയും കഞ്ഞിയും കുടിച്ചിട്ട് നമുക്ക് ഇന്ന് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഏറ്റവും പണി ഒരു കറി വെക്കാനാണ്. അപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിലെ പരിപാടിക്ക് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെയും ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലൊരു സുഹൃത്തിന് വരാൻ പറ്റിയിട്ടില്ല, ഒരാൾ വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വന്ദേ ഭാരതിന് 12:30 നമ്മളെ കണ്ണൂർ എത്തുക. അമൃത് പറഞ്ഞാൽ ഷൊപ്പിള്ള നമ്മളെ
ഫിഷ് നിർമ്മാണം കവിയാക്കിയില്ലേ അതെ അതെ ഷെഫ് പിള്ളേന്റെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടില്ല. അതെ അടുത്ത മാനേജറാണ് അവരെല്ലാ റെസ്റ്റോറൻറ്റിന്റെയും മാനേജറാണ്. അപ്പോൾ നമ്മള് കൊച്ചി പോകുമ്പോഴെല്ലാം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഏട്ടൻ. ചെറിയ ചെക്കനാണ്, നല്ല ഇതാട്ടോ. നമ്മളാ ട്രെയിനിൽ കിട്ടാനും വരാനെല്ലാം കൊച്ചിയിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടാവില്ല. കുറേ പേരുണ്ട് കേട്ടോ കൊച്ചിയിൽ ഇങ്ങനെ, അതെ അതെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ ഇങ്ങനെ തെയ്യല്ലേ നാട്ടിൽ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണുന്ന ഞാൻ വാ എന്നാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ഷണിച്ചു. വരുന്നുണ്ട്, അപ്പോൾ ഇന്നടുത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ശരത്ത് നമ്മൾ തായ്ലാൻഡിൽ പോയില്ലേ, നമ്മളെ കൂട്ടി പോയ അവരെയും വിളിച്ചിനേനു. അവർക്ക് എന്തോ അപ്പൊ കുട്ടിക്ക് ഇന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിന്. ആ കുട്ടിക്ക് ആർക്കും ചെറിയൊരു അസുഖം എന്താന്ന് പറ്റിയെന്ന് അറിയില്ല. ട്രെയിൻ ടിക്കറ്റിൽ എടുത്തു വെച്ചാണ്. അതെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ സംഭവം എന്ന് വിചാരിച്ചാൽ കൂട്ടാൻ വേണ്ടി പോകാൻ നോക്കല്ലോ. അപ്പോൾ അവനിവിടെ കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇന്ന് എന്താ പരിപാടി, ഇന്ന് വെച്ചാല് ഭക്ഷണം ഇപ്പൊ ഉച്ചക്കത്തെ നമ്മളൊന്നും ആക്കിയിട്ടില്ല. ഇപ്പൊ നമ്മള് ചക്കയും കഞ്ഞിയും അങ്ങനെ ഒന്ന് പരിപാടി ആക്കി. അപ്പൊ എന്തായാലും അവരെ നമ്മൾ കൂട്ടാൻ പോയിട്ട് അവിടെ നമുക്ക് കഴിച്ചിട്ട് വരാം. അപ്പൊ ഇന്നത്തെ വൈകിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ആക്കാം. അപ്പോൾ വൈകുന്നേരം ആക്കാം. വൈകുന്നേരം നമ്മളെ ചേച്ചി എല്ലാവരും വരും, രാണിയേച്ചിയും അതെ പിള്ളേർ, അതല്ല എല്ലാവരും വീട്ടിൽ എല്ലാവരും വരുന്ന ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ അടുത്ത വർഷം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പകല നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മളെ നാട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ അതിഥികളേക്കും. അതുകൊണ്ട് ആരും അങ്ങനെ ഉണ്ടായില്ല, എല്ലാവരും അവരവരുടെ വീട്ടിൽ ആൾക്കാരുണ്ടായില്ല. പക്ഷെ ഇന്ന് പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട്. ഓരോരാളും വണ്ടിയിൽ പോകുന്നത് ഉത്സവത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഫുള്ളാന്ന് തോന്നുന്നില്ല. ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നാളെ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നൈറ്റിലത്തെ പരിപാടിയും തുർക്കലും ഡാൻസും പരിപാടിയും എല്ലാം നമുക്ക് നാളെ. ഒറ്റ സ്റ്റെപ്പാണ് അല്ല, അതെല്ലാം നമുക്ക് കാണാം, ഇതെല്ലാം നമുക്ക് കാണാം, എല്ലാം ഒരുമിച്ച് കാണാം. നമുക്ക് ഏത് മ്യൂസിക് ഇട്ടാലും ആ ഒരു സ്റ്റെപ്പിൽ ഇന്ന് വെറൈറ്റി 5 സ്റ്റെപ്പുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം കാണാം. അപ്പോൾ ഞാൻ ഒറ്റക്കായോണ്ട് കവിനെ കൂട്ടിയിട്ടുണ്ട്. കവിന്നൊരു ഡ്രസ്സ് എന്നൊരു പോലെ ഇത് പഴയ 3-4-5 കൊല്ലായി പേണ്ട് ഇടാണ്ട് അങ്ങനെ വെക്കല്ല. ഞാൻ മഴയുണ്ടാ? മഴയൊന്നുമില്ല. ചേച്ചി പോയിട്ട് ചേച്ചി പോന്നാലേ. അപ്പോൾ ട്രെയിൻ ഏകദേശം എത്താനായിരിക്കും. രസമുണ്ട് കേട്ടോ. നമ്മളെ കല്യാണം കഴിഞ്ഞ പാടില്ലേ, നമ്മളെ ബൈക്ക് കൊടുത്തിട്ട് നമ്മള് പോകുമ്പോൾ എല്ലായിടത്തും കവിയും പോകുമ്പോൾ എൻ്റെ ഒപ്പം അങ്ങനെയല്ലേ വരുക. പിന്നെ കുട്ടികളനുസരിച്ച് നമ്മളെല്ലാവരും ഒപ്പം. ഇപ്പം നമ്മൾ 1-2 വട്ടമായി നമ്മൾ മാത്രം. ഇപ്പോൾ ചേച്ചിയെല്ലാം കുട്ടികളെ നോക്കുന്നുണ്ട്. അപ്പോൾ എടുങ്ങൊരു ഓടിക്കാൻ നമ്മൾ രണ്ടാളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായി പോകുന്നു. ഇന്ന് അങ്ങോട്ടേക്കേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് ഒരു അമൃതം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 1-2 പറയും. ഞാൻ 1 പറയും, കവി 1 അങ്ങനെ പോകും. അങ്ങനെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് എടുക്കല്ലേ പുറത്ത്. ഇതാ നമ്മളെ മെയിൻ ഗേറ്റ്. നമ്മൾ അപ്പുറത്തോട്ടേ വരുത്ത്, കിഴക്കേ കവാടന്ന അതിന്റെ പേര്. ആ സൈഡിലോട്ട് വരുത്ത്, ഇതിലോട്ടാണ് വരേണ്ടത്. അവരുടെ കണ്ണൂരേക്ക് സ്വാഗതം. വെൽക്കം. വീട്ടിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. ബാക്കിലായിരുന്നേ അപ്പത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പോവാം. എന്താ കണ്ണൂർ സ്പെഷ്യല്? അതെ, എന്തെല്ലാം നോക്കാം നമുക്കല്ലേ. അതിന്റെ സീസൺ എല്ലാം കഴിഞ്ഞു. അത് കർണാടക സംഭവം. കർണാടക. അപ്പോൾ നമ്മളങ്ങനെ അമൃതിനെയും കൂട്ടിയിട്ട് നമ്മളെ കാർത്തിക ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അവിടെ വീടിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. ഓ സന്തോഷം. ഹായ്. കണ്ടോട്ടെ. ഹായ് ഹായ് ഹായ്. ഉണ്ട്, ഇടയ്ക്ക് വരുത്തുണ്ട്. ഇല്ല, കുട്ടീനെ വേഗം പോകണം വീട്ടിലേക്ക്. നമ്മളെ കാർത്തിക ഹോട്ടൽ കണ്ണൂരെ എല്ലാ ഫുഡും കിട്ടും. എന്തെല്ലാം കിട്ടും ബ്രോ? എന്തെല്ലാം കിട്ടും? എല്ലാം ചട്ടിച്ചോറ്, പൊതിച്ചോറ്, ബിരിയാണി, മീൽസ്, എന്താ വേണ്ടത് എല്ലാം കിട്ടും. 5 ഐറ്റംസ് എല്ലാ ഐറ്റം. ഇവരെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഷെഫ് പിള്ളിയില്ലേ, ഷെഫ് പിള്ളിൻ്റെ വരെ മെയിൻ ആളാണ്. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഇവരെ തോപ്പിക്കണം. പിന്നെന്താ, ഇല്ല നമ്മൾ കണ്ണൂർ വന്നിട്ട് അല്ലേ അവർ നോക്കിയല്ലേ കഴിച്ചിട്ട് നമുക്ക്
കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയണം കേട്ടോ, നമ്മളെ കണ്ണൂരെ അല്ലേ? ഓക്കെ ഷുവർ, അഭിപ്രായം പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ കാർത്തിക ഹോട്ടലിലുള്ള കഴിക്കാം. ഒരുപാട് ഹോട്ടലുകൾ കൺട്രോളിലുള്ള ആളാണ്. എത്ര ഹോട്ടലുണ്ട് ഇപ്പോൾ? 20-ലധികം ഉണ്ട്. കേരളത്തിലും പുറത്തുമായിട്ട് 20-ലധികം ഹോട്ടലുകളുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണൂർ ആദ്യമായിട്ട് വരുന്നത്. ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ് കണ്ണൂരിന്? ആ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല. അമ്മക്ക് ഭയങ്കര ഇഷ്ടം എടുത്ത ചട്ടിച്ചോറെല്ലാം. അപ്പോൾ ഇവിടെ വന്നിട്ട് അധികം കഴിക്കുക. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞിന് ഓന് ചട്ടിച്ചോറ് ആക്കി കൊടുക്കുവാനേ. പക്ഷേ ചട്ടിച്ചോറ് വേണ്ട പറഞ്ഞു, ചോറ് തന്നെ മേടിച്ചത്. പായസ എന്ത് പായസ? ഒപ്പടെ ശ്രദ്ധിക്കണേ, കാക്കുമണിയൊക്കെ കാലിന് പണിയുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഇവർ ഇല മടക്കിയിട്ട് ഇങ്ങോട്ടൊക്കെ മടക്കി കേട്ടോ. ഇവർക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തിയാണെങ്കിൽ ഇല ഇങ്ങോട്ട് മടക്കുക, ഇല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ അപ്പുറത്തേക്ക് മടക്കുക. അത് അടുത്ത കാലത്തെങ്ങും ഇത്രയും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. നമ്മളെങ്ങനെയാണെങ്കിലും അങ്ങോട്ടൊക്കെ തന്നെ അല്ലേ ചേട്ടാ? നമുക്ക് അതിനെ പറ്റി ഇല്ല ഉണ്ട് അങ്ങനെ പറയുന്നേക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതൊന്നും അധികം ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടല്ലേ ശരിക്കും? അല്ലാതെ ഉണ്ട്, എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. പക്ഷെ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് മടക്കി. നമ്മൾ വീട്ടിൽ പോയിട്ട് പറയും നല്ല ഭക്ഷണം എന്ന് പറയും. അത് ഇല മടക്കല്ല അങ്ങനെയല്ല. സാറ്റിസ്ഫൈഡ് ആയാലും സന്തോഷം നമുക്ക്. അവള് നല്ല നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ എനിക്ക് അങ്ങനെ മടക്കി കേട്ടാ. നമ്മള് വീട്ടിൽ പോയിട്ട് പോലെ അങ്ങനെ മടക്കി കയറാൻ ഒരുപാട്. നമ്മൾ 2 മണിക്കൂറിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി എത്താനായി. അവരെ ഷൂട്ട് നല്ല താക്കുന്നൊക്കെ ഒന്നും അറിയില്ല. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം. ഒരു സ്വാഗതം. കുളിപ്പിച്ചിട്ട് ഇട്ടാ മതിയേനും തോന്നുന്നു. ഓൻ കുറേ നേരം ഉറങ്ങിപ്പോയി വെയിലിന്റെ ചൂട്ടിനെ. എപ്പ കൂട്ടിക്കൊണ്ടിട്ട് ദേശം കഞ്ഞി കൊടുക്കാം. അമൃതത്തിന് ഓർമ്മയുണ്ടാ? കൊറേ സമയം ആയല്ല പോയിട്ട്. നീ ഇപ്പൊ ഇടുന്ന വന്നിനെ കൊറേ സമയം ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അറിയുന്നില്ല. ഡ്രസ്സല്ലോ ഇതൊക്കെ ഇങ്ങോട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തില്ല? ലുങ്കി എടുത്തിട്ടില്ലേ? ലുങ്കിയിലാണ് നമ്മള് പോവാ. കുഴപ്പമില്ല, എന്റെ ലുങ്കി തരാം. പാൻറ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നാട്ടിലുള്ള വണ്ടി വെച്ചുകൊണ്ടല്ലോ ആവശ്യം. ഒരു സഞ്ചി അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. വീട്ടില് അമ്മ, ഏട്ടൻ, ഏട്ടത്തി ഇവിടെ ഇല്ല, അയർലൻഡിലാണ്. അങ്ങനെ വീട്ടിൽ അമ്മ മാത്രമേ. അമ്മേനെ കൂടി കൂട്ടാൻ കേട്ടാ. അമ്മേനെ അടുത്തവണ എന്തായാലും ഉറപ്പായിട്ടും കൂട്ടാം. അടിപൊളി. ഓർമ്മയുണ്ടോ എവിടെ വെച്ചിട്ടുണ്ടായി? ഓക്കെ, ഒന്ന് സ്കൂൾ വന്ന പോലെ കേട്ടാ. എനിക്ക് വണ്ടി വേണേലൊക്കെ എടുത്തിക്കേ. ഇതാ എന്താ മോനെ, എത്ര വണ്ടി എടുത്തിക്കേ? എന്നെ ഒരു ലോഡ് അപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഭക്ഷണം വാങ്ങും. എന്താ നമ്മളെ എന്താ പരിപാടി? ഇന്ന് നമ്മളെ കുറുമക്കാവില് താലപ്പൊലിയാണ്. കുപ്പായിലിട്ട് സുന്ദരനായിട്ടുണ്ട്. എല്ലാവരും ഡ്രസ് കോഡ് 150 ആളെ ഡ്രസ് കോഡ് ഉണ്ട്. നിന്ന് ബ്ലൂക്കാം മുണ്ട് ഇട്ടിട്ടുണ്ട്. ഷർട്ട് കുറച്ച് നിന്നിട്ടാ പെടും കേട്ടോ. അപ്പൊ എല്ലാം റെഡി ആകുന്നുണ്ട്. അവിടെ കുറച്ച് ഷർട്ടും കൂടി വിൽക്കാനുണ്ട്. വിൽക്കാനല്ല, കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട്. അപ്പൊ 1-2 ആൾക്കാർ ഞാണ്ടല്ല എല്ലായിടത്തും കൂടി ഒന്ന് ഇങ്ങനെ ചേർത്തിട്ട്. അപ്പൊ ഇന്ന് പൊളി. നീ ഡാൻസ് പഠിച്ചിനാ? ഫുൾ ഡാൻസ് ഒന്നും പഠിച്ചില്ല. ഈ ഷർട്ടില്ലേ, ഷർട്ട് ഇട്ടിട്ട് നമുക്ക് 4 സ്റ്റെപ്പിലുള്ളൂ. അപ്പൊ 4 സ്റ്റെപ്പ് വിട്ട് നോക്കി. അപ്പൊ ഓക്കെ അന്നത് ഫുൾ ലൂസ് ആക്കിട്ടാ കൊണ്ടുവരുവേ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് വിചാരിക്കുന്നത്. എല്ലാരും കൂടി ഇടുമ്പോൾ നല്ല രസമുണ്ടാവും. അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കളർ സെലക്ട് ചെയ്യുന്നേ. ഇത് നമ്മളെ പിന്നെ ഓനൊന്നും പറയില്ല, ഓൻ നല്ല. അപ്പൊ സെറ്റ്. ഞാൻ അവരെ കൂടി എടുത്തിട്ട് വരട്ടെ. വീട്ടിൽ പോയി മാറ്റിട്ട് വരാം.
അപ്പോൾ ഫുൾ ആൾക്കാരും റെഡിയാകുന്നുണ്ട് ഇന്ന്. ആൾക്കാർ സെറ്റാണ്, എല്ലാരും ഫുൾ സെറ്റായിട്ട് സ്പെഷ്യൽ നമ്മുടെ ഇത് അടുക്കള തന്നെ ചിക്കനും ഇതെല്ലാം ആക്കലാന്ന്. എന്തെല്ലാം പിന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറിയും അതെ കുറച്ച് പരിപാടികൾ. അപ്പൊ രാവിലെ തിരക്കുന്നുണ്ടായിട്ടില്ല. ചക്കയും കഞ്ഞി സമ്മന്തി ആക്കിയോണ്ട് രാവിലെ പണിത്തിരക്കൊന്നുമില്ലേനു. നമ്മള് കുറച്ചാളെ പോലെ വെച്ച് അങ്ങനെ കുടിച്ചോ നിങ്ങള്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, മറന്നുപോയി ചായക്ക് എടുക്കേന്ന്. ചക്കയും കഞ്ഞി ഞാന് കുറച്ച് സമ്മന്തി പോലെ എടുത്തിട്ട് ചങ്കരി വെച്ച് തന്നു എല്ലാവർക്കും കൂടി. പുതിയ ചക്കയല്ലേ, അതുകൊണ്ട് വേം പരിപാടി നോക്കിയിട്ട് വേണം നമുക്ക് കളസം ഇറങ്ങുമ്പോ നമുക്ക് പോണ്ടേന്ന് മുട്ടക്ക്. അതെ അതെ. ഇനിയിപ്പം പറഞ്ഞാല് മുട്ടക്കെല്ലാം ഏകദേശം ആൾക്കാരെല്ലാം ചുറ്റമ്പട്ടം വന്നു തുടങ്ങി. അപ്പൊ ഇനി രാത്രിത്തെ പരിപാടിയാണ്. നമ്മളിനി ഇപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പൊ രാണിയച്ചെല്ലാം വരും. എന്നിട്ട് നേരെ നമ്മള് കാവിലേക്ക് പോകും. കാവ് നാന്ന് ബാക്കി പരിപാടി കാര്യങ്ങളോ അതെല്ലാം കഴിഞ്ഞിട്ട് നാളെ ഒരു ദിവസം ഫുള്ളായിട്ട് പരിപാടിയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളെ ഈ നാടിൻ്റെ ആഘോഷമെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ അതിൻ്റെ പകരം ഇടുന്നില്ല, പിന്നെ നാളെയും കഴിഞ്ഞ് മറ്റന്നാളിലേ ഇടാൻ പറ്റൂ. വലിയ വിശേഷമായിട്ട് വരാം. ഇതുവരെ എല്ലാവർക്കും ബൈ. ബായ്.